ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പേടെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന നേരെ ശരണ്യയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുക. അപ്പോൾ ശരണ്യയുടെ വീട്ടുകാരോടൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ നാളെ തന്നെ ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പോകും, മറ്റൊരു വീട്ടിലേക്കാണ്, അവിടുത്തെ ജോലികളെല്ലാം തീർന്നു, അതുകൊണ്ട് വേറൊരു വീട്ടിലേക്ക് ജോലിക്ക് വേണ്ടി പോവുകയാണെന്നും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരണ്യക്ക് ഭയങ്കര സങ്കടം തോന്നുക. അപ്പോൾ ശരണ്യ ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടെ നിന്ന് ചാടി എണീറ്റ് മറ്റൊരിടത്ത് പോയി വളരെയേറെ ദുഃഖിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അലീന ചെന്ന് പറയുകയാണ്, മോളെ നീ എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാനിവിടുന്ന് പോയാലും നിന്നെ കാണാൻ വേണ്ടി വരില്ലേ? മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിന്നെ കാണാൻ വേണ്ടി വരും. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഇവിടുന്ന് പോണ കാര്യം ആലോചിക്കുമ്പോഴേ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നുന്നു. ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ നീ എന്തിനാ ഒറ്റപ്പെടുന്നത്? നിൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, നിൻ്റെ ആങ്ങളമാരുണ്ട്, എല്ലാവരും ഇല്ലേ? പിന്നെ നീ എങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോകുന്നത്? അത് നേരത്തെ ഉണ്ടായിരുന്നല്ലോ ചേച്ചി. പക്ഷേ ചേച്ചി വന്നതിനെ തുടർന്നാണ് എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയത്. എനിക്കിനി ഒരു ജീവിതമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നേച്ച ആളാണ് ഞാൻ. പക്ഷേ ചേച്ചി എൻ്റെ ജീവിതത്തിൽ വന്നതിനെ തുടർന്നാണ് എനിക്ക് ഒരു ജീവിതം കിട്ടിയത് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും കരയാണ്. ഇങ്ങനെ കരയല്ലേ മോളെ, ഇങ്ങനെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. ഞാൻ പറഞ്ഞല്ലോ നിന്നെ കാണാനായിട്ട് ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വരും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസമൊന്നുമല്ല, മാസത്തിൽ 2 പ്രാവശ്യം വരണം, മനസ്സിലായോ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി, അവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ, എങ്ങനെ ലീവ് കിട്ടുമെന്നൊന്നും അറിയില്ലല്ലോ മോളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ പറ്റുന്നത് പോലെ ഇങ്ങോട്ട് വരും, എന്താ അതുപോരെ എന്ന് ചോദിക്കുക. അപ്പോൾ ചേച്ചിക്ക് പോകണോ ചേച്ചി എന്നും പറഞ്ഞിട്ട് കരയാം. എനിക്ക് പോകാതെ വേറൊരു നിവൃത്തിയില്ല. ഒരു സ്ഥലത്തെ ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലം നമ്മൾ തേടി പോവണ്ടേ, അത് വീട്ടു ജോലിക്ക് നിൽക്കുന്ന എല്ലാവരുടെയും ഒരു ഇതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന കുറേ കാര്യങ്ങളും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഈ പെൺകുട്ടിയെ. അങ്ങനെ ചേച്ചി പോകുന്ന കാര്യം ഓർക്കുമ്പോൾ നെഞ്ചു കിടന്ന് ഉരുകാണ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാണ്. അപ്പോൾ ശരണ്യയുടെയും അലീനയുടെ ആ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും ഭയങ്കര സങ്കടം തോന്നിക്കുക, സന്തോഷവും ഉണ്ട് അതിന് ഉപരിയായിട്ട്. അപ്പോൾ അമ്മേ, ഉള്ള സങ്കടം എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുത്താൻ നിൽക്കണ്ട, മര്യാദക്ക് പഠിക്കണം, ഭക്ഷണം കഴിക്കണം കേട്ടോ, നന്നായിട്ട് ഉറങ്ങണം, വേറെ ഒരു കാര്യത്തിൽ ചിന്ത കൊടുക്കണ്ട. ഞാനിവിടെ നിന്ന് പോയാലേ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛൻ നോക്കിക്കോളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ നോക്കിക്കോളും, അതിലൊരു തടസ്സവും വരില്ല. അച്ഛൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അയ്യോ ബാലേന്ദ്രൻ സാറോ, അയ്യോ സാറ് എൻ്റെ കാര്യമൊക്കെ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അതൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എൻ്റെ അച്ഛൻ അടിപൊളിയായിട്ട് തന്നെ നോക്കിക്കോളും. എനിക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായി, ഞാൻ പെട്ടെന്ന് തിരിച്ചെത്തിക്കോളാമെന്നും പറഞ്ഞുകൊണ്ടാണ് പോയത്. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ഇറങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി നിന്നെ എപ്പോഴാണ് ചേച്ചി കാണുന്നത്? ചേച്ചി നാളെ തന്നെ പോകുമോ ചേച്ചി? ഞാൻ നാളെ തന്നെ പോകും, പക്ഷേ അങ്ങനെ എല്ലാവരെയും വിട്ടെറിഞ്ഞ് എനിക്ക് പോകാനായിട്ട് പറ്റുമോ? ഉടൻ തന്നെ ഞാൻ തിരിച്ചു വരും, നിങ്ങളെല്ലാവരെയും കാണുകയും ചെയ്യും. എന്താ സന്തോഷമായില്ലേ? അങ്ങനെയും യാത്ര പറഞ്ഞിട്ട് നമ്മുടെ അലീന അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ അലീന അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ശരണ്യാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. ശരണ്യ ഓടി അകത്തേക്ക് കയറി പോവാണ്, അമ്മ സമാധാനിപ്പിക്കാനും പോവാണ്. അലീനയുടെ കാര്യമല്ലേ, അലീന പോയിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞല്ലോ, എന്നാലും ചേച്ചി പോയപ്പോൾ എൻ്റെ സ്വന്തം ചേച്ചി പോകുന്നത് പോലെ, എൻ്റെ ഹൃദയം പറിച്ചുകൊണ്ട് പോകുന്നത് പോലെ വേദനയാണ് എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ കരയാണ്. അങ്ങനെ നമ്മുടെ അലീന വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛനോടൊക്കെ പറയണം, അച്ഛാ ഇത്രയും പോരാ, എനിക്ക് ബാക്കിയുള്ളവരോടും കൂടി യാത്ര പറയണമല്ലോ, ഇനി മനുവേട്ടനോടും അവിടെ ഉള്ളവരോടും ഒക്കെ പറയണ അച്ഛാ എന്ന് പറയണം. ശരി, എങ്കിൽ പിന്നെ പോയി പറഞ്ഞിട്ട് പോര്, അതിനിപ്പോൾ എന്താ കുഴപ്പം? എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് പോരാ അല്ലേ? തീർച്ചയായിട്ടും പോയി പറഞ്ഞിട്ട് പോര്. അങ്ങനെ നമ്മുടെ അലീന ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്, മനുവിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ മനു വാതിക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നേരെ അലീന ചെന്നത് മനുവിൻ്റെ മുന്നിലേക്കാണ്. അപ്പോൾ അലീന പറയണം, മനുവേട്ടാ ഞാൻ പറയണ്ട, എനിക്കറിയാം, യാത്ര ചോദിക്കാനല്ലേ വന്നത്? എനിക്ക് മനസ്സിലായി അലീന, നീ യാത്ര ചോദിക്കാനാ വന്നേന്ന്. യാത്ര ചോദിക്കുമ്പോൾ നല്ല മനസ്സോടുകൂടി തന്നെ എനിക്ക് നിന്നെ പറഞ്ഞു വിടാനായിട്ട് പറ്റില്ല അലീന എന്ന് പറയാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും മനുവേട്ടാ, എൻ്റെ സാഹചര്യങ്ങൾ മനുവേട്ടൻ മനസ്സിലാക്കണം. ഞാനിവിടെ നിന്ന് പോയാലും എല്ലാവരും വിട്ടു പോകുമെന്ന് തോന്നുന്നുണ്ടോ മനുവേട്ടാ? ഒരിക്കലുമില്ല. എനിക്ക് പിന്നെ എൻ്റെ അമ്മയോടും ആദ്യം യാത്ര ചോദിക്കണം എന്ന് പറയണം. എങ്കിൽ പിന്നെ പോയി ചോദിക്കേ, എന്തിനാണ് താമസിച്ച് നിങ്ങൾ നിൽക്കുന്നത്? പോയി ചോദിക്കുക അലീന എന്ന് പറയാം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു മുന്നോട്ട് വരിക. അപ്പോൾ അലീന അവിടെ തന്നെ മനുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താ, ഇങ്ങോട്ട് വാ, എൻ്റെ കൈ പിടിച്ചു വേണം വരാനായിട്ട്. ഇത് കേട്ട അലീന ഹന്തിച്ച് ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താന്നേ, എൻ്റെ കൈ പിടിക്കടോ എന്ന് പറഞ്ഞ് നമ്മുടെ അലീനയും മനുവും കൂടി കൈ പിടിച്ച് നടക്കാം. അപ്പം മനു പറയുന്നുണ്ട്, അതെ, എപ്പോഴെങ്കിലും ഒരു ദിവസം അലീനയുടെ കൈയും പിടിച്ച് വലത് കാലി വെച്ച് ഈ വീട്ടിലേക്ക് കയറും. അത് ഒരിക്കലും ഉണ്ടാകും.
പക്ഷേ ഇതിന്ന് കുറച്ച് നേരത്തെ നമുക്ക് ആക്കി കളഞ്ഞേക്കാം. എന്താ, അത് നല്ല കാര്യമല്ലേ അലീന എന്ന് പറയാണ്. മനുവേട്ട എന്ന് എന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? വാടോ, എൻ്റെ കൈയും പിടിച്ച് നമ്മൾ രണ്ടുപേരും ചേർന്ന് നിന്ന് ഈ വീട്ടിലേക്ക് വലത് കാലെടുത്ത് വെച്ച് കയറണം എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെ അവർ രണ്ടുപേരും കൂടി ആ വീട്ടിലേക്ക് വലത് കാലെടുത്ത് വെച്ച് കയറുകയാണ്. അലീനയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷവും സ്നേഹവും ഒക്കെ ഇങ്ങനെ കൊതിച്ചുയർന്ന് വരികയാണ്. ഇനി താൻ ചെല്ല്, തൻ്റെ അമ്മയോട് തനിക്ക് യാത്ര ചോദിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ചെല്ല്, വൈജയൻ്റെ അകത്തുണ്ട്. തന്നെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും, എന്നാൽ അതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട. അതൊന്നും ഞാൻ കാര്യം നോക്കാൻ പോകുന്നില്ല മനുവേട്ട. എന്തായാലും എൻ്റെ അമ്മയല്ലേ, പറയാനുള്ളതൊക്കെ പറയട്ടെ. ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ കേട്ടോണ്ടിരിക്കുകയല്ലേ, അപ്പം അതുകൊണ്ടൊന്നും എനിക്കത് വലിയ പ്രശ്നമല്ല എന്നൊക്കെ മനുവിനോട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഈ അലീന നേരെ വൈജിയുടെ റൂം ലക്ഷ്യമാക്കി നടക്കുകയാണ്. വൈജിയോട് ചോദിക്കാതെ തന്നെ റൂം തുറന്ന് കയറുകയും ചെയ്യുകയാണ്. ഇവളെ കണ്ട ഉടനെ തന്നെ വൈജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ വൈജ ചോദിക്കുക, നീ എന്തിനാണ് എൻ്റെ റൂമിലേക്ക് എന്നോട് അനുവാദം ചോദിക്കാതെ കയറി വന്നത് ചോദിക്കുമ്പോൾ, മേഡം ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ മേഡം, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ മേഡം പറഞ്ഞതുപോലെ തന്നെ ആ വീട് വിട്ട് പോവുകയാണ്. ഞാൻ വേറൊരു വീട്ടിലേക്ക് പോവുക. നീ എന്നെക്കൊണ്ടൊരു ശല്യം മേഡത്തിന് ഉണ്ടാവില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടി, നിന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് അറപ്പും വെറുപ്പുമാണ്. നീ ഇപ്പോൾ വേറൊരു വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, നീ ആ കുടുംബം മുടിപ്പിക്കും. കാരണം എൻ്റെ കുടുംബത്തേക്ക് നീ എപ്പോൾ കാല് വെച്ച് കയറിയോ അപ്പോൾ എൻ്റെ കുടുംബം മുടിഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോൾ അലീന സങ്കടത്തോടെ നിൽക്കുകയാണ്. മേഡം എന്തിനാ മേഡം വേണ്ടാത്ത കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൂട്ടുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് മേഡം ഞാൻ മേഡത്തോട് ചെയ്തത്? നീ എന്ത് തെറ്റാണ് ചെയ്തതെന്നോ? എന്നെക്കൊണ്ടും ഓരോന്നും പറയിപ്പിക്കരുത്. നിന്റെ പേര് പോലും ഉച്ചരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ കണ്ണിന് നേരെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. നിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. പിന്നെ നീ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നീ ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത് എന്നും ചോദിച്ചുകൊണ്ട് വൈജ അവിടെ തുടങ്ങി. നീ എവിടെ പോയാലും ഗുണം പിടിക്കില്ലടി, ഒരിടത്തും നീ ഗുണം പിടിക്കില്ല. നീ കയറി ചെല്ലുന്നവിടെ മുടിയും. ഇതൊക്കെ കേട്ട് അലീനയ്ക്ക് സഹിക്കാൻ പറ്റാതെ അലീന പറയാണ്, മേഡം ഒരുപാട് ജീവിച്ചു അല്ലേ, ഒരുപാട് കാര്യങ്ങളൊക്കെ മേഡം കാണുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. പക്ഷേ മേഡം ആസ്വദിച്ച് തീർത്ത ഒരു ജീവിതമുണ്ട് ആഗ്രയിൽ വെച്ച്. അത് മേഡം മറന്നുപോയോ മേഡം? ഇത് കേട്ട വൈജ അങ്ങനെ അമ്പരന്നങ്ങോട്ട് നിൽക്കുക. അപ്പം അമ്പരം നിന്നിട്ട്, നീ എന്താണ് ഈ പറയുന്നത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എങ്ങനെ ഈ കഥയൊക്കെ അറിയുന്നത്? നിന്നോട് ആരാ ഇത്തരത്തിലുള്ള കഥകളെല്ലാം പറഞ്ഞത്? മേഡം ആരും പറയണ്ട മേഡം, ഈ കഥകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം മേഡം ആഗ്രയിൽ വെച്ച് ഒരു പട്ടാളക്കാരനുമായിട്ട് പ്രണയത്തിലായിരുന്നില്ലേ മേഡം? ആ പ്രണയത്തിൻ്റെ ഇടയിൽ മേഡം ഗർഭിണിയായി. ആ കുഞ്ഞ് എവിടെ മേഡം എന്ന് ചോദിക്കുമ്പോൾ വൈജ ആകെ കൈകാലം വിറച്ച് നിൽക്കുക, ഒരക്ഷരം പോലും മിണ്ടാത്തൊരവസ്ഥയിൽ. എന്താ മേഡം, ഞാൻ ചോദിച്ചതിനൊക്കെ മേഡത്തിൻ്റെ വായ മുട്ടിപ്പോയോ? മേഡത്തിന് ഉത്തരം മുട്ടിപ്പോയോ? എന്താ മേഡം ഒന്നും മിണ്ടാത്തത്? ഇത്ര നേരം വരെ മേഡം പറയുന്നത് മുഴുവനും ഞാൻ കേട്ടോണ്ട് നിന്നില്ലേ? മേഡം ആരോടായി പറയുന്നത്? എന്നോടോ? ഞാൻ നശിച്ചവളാണോ? ഞാൻ കയറുന്ന കുടുംബം മുഴുവനും മുടിഞ്ഞു പോകും മേഡം. പക്ഷേ അതൊരമ്മ തന്നെ പറയണം, ഒരു മകളുടെ മുഖത്ത് നോക്കി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജ അങ്ങോട്ട് കിടുങ്ങി വിറച്ചൊരവസ്ഥയിൽ നിന്നു പോവാണ്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാ. അങ്ങനെ അലീന ആ കഥകൾ മുഴുവൻ പറയാണ്. അതേ മേഡം, ആഗ്രയിൽ വെച്ച് ഒരു ആളുമായിട്ടും മേഡം പ്രണയത്തിലുമായി, അതിൽ ഗർഭിണിയായി, മേഡത്തിനൊരു കുഞ്ഞുണ്ടായി. അങ്ങനെ മേഡത്തിൻ്റെ ആങ്ങളമാരെല്ലാവരും കൂടി ചേർന്ന് ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിച്ച് മേഡം. ആ കുഞ്ഞു വളർന്ന് വലുതായി മേഡത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു. എൻ്റെ അമ്മയാ എന്നും പറയുകയാണ് നമ്മുടെ അലീന. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകാണ്. എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. അലീനയും മുന്നിൽ താൻ ഒന്നും അല്ലാത്ത ഒരു അവസ്ഥയായി പോവാണ്. മേഡം ഇനി അമ്മയെന്നുള്ളൊരു ഇതും കൊണ്ട് ഞാൻ വരില്ല മേഡം, ഞാൻ പടി ഇറങ്ങാം മേഡം എന്ന് പറഞ്ഞുകൊണ്ട് അലീന പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുക. കണ്ണീരൊക്കെ തുടച്ചങ്ങോട്ട് പോവാണ്. പക്ഷേ വൈജ ഷോക്കായതുപോലെ നിന്നു പോവുകയാണ്. ഇനി വൈജയ്ക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല. അങ്ങനെ അലീന നേരെ മനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ മേഡത്തോട് യാത്ര പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴേക്കും യാത്രയും പറഞ്ഞു, പറയേണ്ട കാര്യങ്ങൾ മുഴുവനും പറയുകയും ചെയ്തു മനുവേട്ട. ഇനി ഞാൻ പോവുകയാണ് മനുവേട്ട എന്ന് പറയാണ്. താനപ്പം എന്നോട് യാത്ര പറയുകയാണല്ലേ, പിന്നെ എനിക്ക് പോവണ്ടേ മനുവേട്ട, തിരിച്ച് ഞാൻ വീണ്ടും വരും. മനുവേട്ടനെ കാണാതെ എനിക്കിരിക്കാനായിട്ട് പറ്റില്ല മനുവേട്ട. അങ്ങനെ ശരി, ഞാനൊന്നും പറയുന്നില്ല, പൊയ്ക്കോ അലീന, ഇനി എൻ്റെ മുന്നിൽ നിൽക്കരുത്, കാരണം എൻ്റെയും ചങ്ക് തകർന്നു പോകും അലീന എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ പറഞ്ഞേക്കാം.
അങ്ങനെ അലീന നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുക. വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴേക്കും എല്ലാവരോടും യാത്ര പറഞ്ഞോ എന്ന് ചോദിക്കണം. എല്ലാവരോടും യാത്ര പറഞ്ഞു എന്ന് പറയുക. അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബബിത വേറെ റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ അലീനയുടെ കൂടെ കിടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കൃഷ്ണമോള്. അപ്പോൾ കൃഷ്ണമോള് പറയും, ഇന്ന് ഞാൻ ചേച്ചിയുടെ ഒപ്പം കിടക്കുള്ളൂ, ചേച്ചി നാളെ പോവല്ലേ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചെടുക്കുക. അലീനയ്ക്കും സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അലീന പൊട്ടിക്കരയണം, മോളെ എനിക്കിവിടുന്ന് പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴേ നെഞ്ച് തകരുന്നത് പോലെയാ. എനിക്ക് നിങ്ങളെ ഒന്നും വിട്ടു പോകാൻ തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ഒരു നിവൃത്തികേടാ ഞാനിവിടം വിട്ടു പോകുന്നത്. എൻ്റെ കൂടപ്പറപ്പുങ്ങളല്ലേ നിങ്ങൾ, എനിക്കെങ്ങനെ നിങ്ങളെ വിട്ടു പോകാനായിട്ട് കഴിയും? ഞാനിപ്പോൾ വേറൊരു വീട്ടിലേക്ക് പോകുന്നു. എപ്പോൾ നിങ്ങളെ കാണും? ഈ സന്തോഷം എപ്പോൾ ലഭിക്കും? നിങ്ങളെന്ന് സ്നേഹിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്ന് കരയുക. ഭയങ്കര കരച്ചില്ല. പക്ഷേ ബബിത മറ്റൊരു റൂമിലാണെങ്കിൽ പോലും അലീനയെക്കുറിച്ചുള്ള ഓരോരോ ഓർമ്മകളും ബബിതയുടെ കണ്ണിലേക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന് ഉദിച്ചിങ്ങനെ കയറുകയാണ്. ബബിതയ്ക്കും ഭയങ്കര സങ്കടം തോന്നും. തൻ്റെ ചേച്ചിയെ താൻ വിട്ടു പോവുകയാണല്ലോ, ഈ കുടുംബം വിട്ടു പോവുകയാണല്ലോ. ഇനി പണ്ടത്തെ പോലെ കളിയും ചിരിയും സന്തോഷവും സമാധാനവും ഒക്കെ തനിക്ക് ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വളരെയേറെ സങ്കടപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ആകെ വെപ്രാളപ്പെട്ടൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ രോഹിത്ത് വരികയാണ്. രോഹിത്ത് എങ്ങനെയെങ്കിലും അലീനയെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ബബിത വരികയാണ്. ബബിതയ്ക്ക് നേരെ രോഹിത്ത് ഒരു തലേണ എറിയാണ്. അങ്ങനെ തലേണ എറിഞ്ഞ് കഴിയുമ്പോൾ നേരെ കൊണ്ട് നമ്മുടെ അലീനയുടെ ദേഹത്താണ്. നീ എന്താടേ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ചേച്ചി എനിക്കിനി ഇപ്പോഴല്ലേ അറിയാനായിട്ട് പറ്റുള്ളൂ, ചേച്ചി ഇനി കാണില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവളൊരു സങ്കട രംഗങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ അലീന ചായയായിട്ട് നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ ഞാനിന്ന് പോവുകയാണല്ലേ അച്ഛാ, ഞാൻ ഈ കുടുംബം വിട്ട് പോവാണ്, എൻ്റെ അച്ഛനെ വിട്ട് പോവാ, എൻ്റെ കൂടപ്പിറപ്പുകളെ ഞാൻ വിട്ട് പോവുകയാണല്ലേ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ അലീനയെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, മോളെ നീ എൻ്റെ മോളാണ്, നീ എവിടെ പോയാലും നീ ഞങ്ങളുടെ മനസ്സിലൊക്കെ തന്നെയുണ്ട്. അങ്ങനെ നിന്നെ വിട്ടുകളയാനായിട്ട് ഞങ്ങൾ തയ്യാറാണോ? മോളല്ലേ പറഞ്ഞത് മോൾക്ക് ഇവിടെ നിന്ന് പോയേ മതിയാവുള്ളൂ, എന്നാലേ ഈ കുടുംബത്തിൽ സമാധാനം കിട്ടുള്ളൂ. പക്ഷേ മോൾ ഇവിടെ നിന്ന് പോകുന്ന ആ നിമിഷം ഈ കുടുംബം തകർന്നു പോകും മോളെ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അലീനയെ ചേർത്ത് പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് കരയുക. സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടന്ന് കരയുകയും ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ബബിതയാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബബിത അലീനയെ വിളിച്ചിട്ട് പറയാണ്, ചേച്ചി ഇനി ചുരിദാറിട്ടല്ല പോവേണ്ടത്, ഈ വീട്ടിൽ നിന്ന് ഏതായാലും പോവല്ലേ, ചേച്ചിയെ ഞാൻ ഒരുക്കും എന്ന് പറഞ്ഞിട്ട് നല്ലൊരു അടിപൊളി നല്ലൊരു സാരി, ഒരു കല്യാണ പെണ്ണിനെ എങ്ങനെയാണോ ഒരുക്കുന്നത് അതേപോലെ നമ്മുടെ ബബിത അലീനെ ഒരുക്കുക. നല്ല സ്വർണത്തിൻ്റെ നെക്ലസ് ഒക്കെ ഇട്ട് കൊടുത്ത്, അപ്പം മോളെ ഇതൊന്നും വേണ്ട മോളെ, ഇതൊക്കെ വേണം, ഇതൊക്കെ ഞങ്ങൾ തരേണ്ട കടമയാണ് ചേച്ചി, ഞങ്ങൾ ഇത്രയും നാൾ സ്നേഹിച്ചു, ഒരു കുറവും കൂടാതെ ഞങ്ങളെ കൊണ്ടുകൊണ്ട് നടന്നില്ലേ ചേച്ചി, പലരും കുറ്റപ്പെടുത്തുമ്പോഴും ഈ കുടുംബത്തിന് വേണ്ടിയല്ല ചേച്ചി കഴിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ നല്ല അടിപൊളിയായിട്ട് ഒരുക്കുക, സുന്ദരിയായിട്ട് തന്നെ ഒരുക്കുക. അപ്പോൾ അലീന ഒരുങ്ങി ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴേക്കും ബാലേന്ദ്രൻ വരെ ഞെട്ടിപ്പോയി. രോഹിത്തും അതേപോലെ തന്നെ എല്ലാവരും അങ്ങനെ ഒരുക്കിയിട്ട് നമ്മുടെ ബബിത അങ്ങോട്ട് ഓടി ഒളിക്കുക. കാരണം അലീന ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച കാണാനായിട്ട് ബബിതയ്ക്ക് പോലും കഴിയുന്നില്ല. അങ്ങനെ അലീന കരഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി തന്നെ ആ പടി ഇറങ്ങുമ്പോൾ കൃഷ്ണമോള് വന്ന് കയ്യിൽ കയറി പിടിക്കുകയാണ്. ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ കയറി പിടിക്കുകയാണ്. മോളെ എനിക്ക് പോയേ മതിയാവുള്ളൂ മോളെ, നീ പൊയ്ക്കോ, നിന്നെ കണ്ടുകൊണ്ട് എനിക്ക് യാത്ര ആകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ അതേപോലെ സങ്കടം കൊണ്ട് മനസ്സുരുകി കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. അങ്ങനെ അലീന കാറിൽ കയറുകയാണ്, ഒറ്റ പോക്കും പോവാണ്. അപ്പോൾ വണ്ടി പോകുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബബിത ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി മുറ്റത്തേക്ക് ഇറങ്ങി വരികയാണ്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ അലീന പോയി കഴിഞ്ഞു. ബബിതയും കൃഷ്ണമോളൊക്കെ ഇരുന്ന് ഭയങ്കര കരച്ചില്ല. കൂടാതെ നമ്മുടെ രോഹിത്തും, അത്രയ്ക്ക് അതിലേറെ നമ്മുടെ രോഹിത്തും ബാക്കിയുള്ളവരെല്ലാവരും അലീനയെ സ്നേഹിച്ചു തുടങ്ങി. ഇനി അലീനയുടെ ജീവിതം എന്തായിരിക്കും? ഇനി അലീന നേരെ കയറി ചെല്ലാനായിട്ട് പോകുന്നത് അലീനയുടെ സ്വന്തം വീട്ടിലേക്ക് തന്നെ, അതായത് സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അപ്പോൾ ഇനി കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയാണ്. ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.